എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിന്റെ ഓൺലൈൻ ട്യൂഷന് ജോയിൻ ചെയ്ത കുറച്ച് കുട്ടികളെയാണ്. ആ കുട്ടികൾക്ക് എന്താണ് ഈ ഒരു ട്യൂഷനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം? സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. നിങ്ങളുടെ പേരെന്താണ്? ഞാൻ നിരഞ്ജന. എൻ്റെ പേര് ശ്വേത. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പ്ലസ് വണ്ണിലാണ്. ഇവിടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം എന്ത് മാറ്റങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റിയത്? ഏതാ കുറച്ചുകൂടെ ബെറ്റർ? ക്ലാസ്സസ് ജോയിൻ ചെയ്തതിന് ശേഷം കുറേ കോൺസെപ്റ്റ് ഒക്കെ എക്സ്ട്രാ ക്ലിയർ ആവുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചുകൂടി സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൺസെപ്റ്റിനെ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകുന്നുണ്ട്, കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് സ്കൂളിൽ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ട്യൂഷൻ, ഓൺലൈൻ ട്യൂഷൻ എന്തൊക്കെ മാറ്റങ്ങളാണ് ഫീൽ ചെയ്തത്? ട്യൂഷനിൽ കുറച്ച് അധികം ടോപ്പിക്ക് പഠിപ്പിക്കാറില്ല. പക്ഷെ ഓൺലൈനിൽ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൺസെപ്റ്റ് അവർ കവർ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആ ടോപ്പിക്കിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ പേര് സൂര്യനാരായൺ. എൻ്റെ പേര് നവനീത് പി ആർ. ഞാനിപ്പം +1 സയൻസിൽ പഠിക്കുന്നു. ഞാനും +1 സയൻസ് തന്നെയാണ്. കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, പിന്നെ ആഴ്ച എക്സാംസ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പാറ്റേൺ മനസ്സിലാവുന്നുണ്ട്. പിന്നെ എന്നാ പറയുന്നത്, ഭയങ്കര ഡിഫിക്കൽട്ടി ലെവൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ എനിക്കിതുകൊണ്ട് തന്നെ കുറേ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാൻ തുടങ്ങി. പിന്നെ വീക്കിലി ടെസ്റ്റ് ഇടുന്നതുകൊണ്ട് തന്നെ എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം ഡെയിലി 1.5 hours ക്ലാസ് ഉണ്ട് ഓൺലൈൻ. പിന്നെ സൺഡേ ഒരു 6 hours 7 hours ഉണ്ട്. അപ്പം എളുപ്പമാവുന്നുണ്ട്, പഠിത്തമൊക്കെ എളുപ്പമാവുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ പഠിപ്പിക്കുന്ന സാറുമാരൊക്കെ നന്നായിട്ട് പിന്നെ അഡാപ്റ്റബിളാണ്, ഭയങ്കരമായിട്ട് സംസാരിക്കാൻ എളുപ്പമുള്ള ആൾക്കാരാണ്. അപ്പം ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് തന്നെ അവർ അത് സോൾവ് ചെയ്ത് തരും. അപ്പം ഒരു ഡൗട്ട് തോന്നുന്ന ഇതൊന്നുമില്ല. ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് ആണെങ്കിൽ തന്നെ സാറിനോട് ചോദിച്ചാൽ തന്നെ നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടുന്നതാണ്. സ്കൂളിൽ പഠിപ്പിക്കുന്ന ഈസി ടോപ്പിക്സ് ആണ്, അതുകൊണ്ട് അവിടെ ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടെ പഠിപ്പിക്കുന്ന ലെവൽ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ രണ്ടും ഒരുപോലെ ഈക്വലൈസ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. സോ ഈ ഒരു ട്യൂഷൻ ബാച്ചിൽ ജോയിൻ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണ്, എന്താ ഫീൽ ചെയ്തത്? ക്ലാസ്സിലെടുത്തിട്ട് വരുന്ന നമ്മളൊന്നുകൂടെ ട്യൂഷൻ ക്ലാസ് കേൾക്കുമ്പം കുറച്ചുകൂടെ മനസ്സിലാവുന്നുണ്ട്. ക്ലാസ്സിൽ മനസ്സിലാവാത്ത കാര്യങ്ങൾ നമുക്ക് ഇച്ചിരി കൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആദ്യം ട്യൂഷന് കയറിയപ്പോൾ ഭയങ്കര ഓവർലോഡൊക്കെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ട്യൂഷന് കയറിയപ്പോഴാണ് അത് ഭയങ്കര സിമ്പിളാണ്. സാറ് അവിടെ ക്ലാസ് എടുക്കുന്ന സാറായാലും നല്ല സിമ്പിളായിട്ടാണ് പറഞ്ഞു തരുന്നത്. ക്ലാസ്സിൽ കേൾക്കുന്നതിലും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സൂപ്പറാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? അതുതന്നെയാണ്, അതായത് ക്ലാസ് നമ്മൾ സാധാരണ ഇവിടെ വന്നിട്ടാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളിൽ ചെന്നിട്ടാണെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ അത്ര വിശദീകരിച്ച് അവർ പറഞ്ഞു തരാറില്ല. ഇപ്പോൾ ട്യൂഷൻ ക്ലാസ്സിലോട്ട് കയറുമ്പോഴത്തേക്ക് അവർ സമയമെടുത്ത് ഒരു 2 മണിക്കൂറോളം സമയമെടുത്ത് പതുക്കെയാണ് എല്ലാം പറഞ്ഞു തരുന്നത്. നമ്മളിപ്പം സാധാരണയായിട്ട് പഠിക്കുമ്പം ഒരു തവണയെ നമ്മൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. സ്കൂളിലൊക്കെ ഒരു തവണയല്ല നമ്മളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ അല്ലാതെ ഇപ്പോൾ ട്യൂഷനും കൂടെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ഒരു കാര്യം 2 തവണ നമ്മൾ ട്യൂഷനിൽ കേട്ട കാര്യമായിരിക്കും സ്കൂളിൽ ചെന്നിട്ട് കേൾക്കുക. അപ്പം നമുക്കൊരു കാര്യം 2 തവണ കേൾക്കുമ്പോഴേക്കും നമുക്ക് കോൺസെപ്റ്റ് കുറച്ചുകൂടെ ക്ലിയർ ആവുകയും ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാനും പറ്റും. അത് നമ്മളിപ്പം സ്കൂളിലാകുമ്പം എല്ലാവർക്കും പേഴ്സണൽ അത്രയും കെയർ കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ കുറച്ച് പോയിന്റ്സ് വിട്ടുപോയെന്നിരിക്കാം, അപ്പോൾ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഇവിടെ കൂടെ വരുമ്പോൾ നമുക്കത് കവറായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന സംശയങ്ങൾ നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് കവർ ചെയ്ത് വരുന്നുണ്ട്. അതായത് ഒരു ഇൻഡിവിജ്വൽ കെയർ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഇവിടെ ട്യൂഷനിൽ കുറച്ചുകൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? എന്താണ് പേര്? എൻ്റെ പേര് ഡെല്ല ജോസഫ്. ഓക്കെ, ഏതാണ് സ്റ്റാൻഡേർഡ്? +1 ആണോ +2 ആണോ? +2. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു +1ത്തെ മാർക്ക്? നല്ല മാർക്കായിരുന്നു, സാറ്റിസ്ഫൈഡ് ആയിരുന്നു. സോ എന്താണ് അഭിപ്രായം? ഇപ്പം നമുക്കിവിടെ ക്ലാസ്സുകളുണ്ട്, ട്യൂഷൻ ക്ലാസ്സുകളുണ്ട്. ഈ ട്യൂഷൻ ക്ലാസ്സുകൾ കാണാറുണ്ടോ? ഉണ്ട്. ഓക്കെ, എന്താണ് ആ ഒരു ക്ലാസ്സിൻ്റെ അഭിപ്രായം? അതുപോലെ തന്നെ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ലെവലാണോ അതോ ഈസി ആണോ? കുറേ കൂടെ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ? എന്താണ്, വാട്ട് യു തിങ്ക്? ഇപ്പോൾ ട്യൂഷൻ ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇപ്പം സ്കൂളിൽ നിന്ന് ഒരു പ്രാവശ്യം സ്കൂളിൽ ഇപ്പോൾ അത് കഴിഞ്ഞായിരിക്കും പഠിപ്പിക്കുന്നത്, ട്യൂഷൻ കണ്ടു കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് ക്ലാസ്സിൽ കേൾക്കുമ്പോൾ കോൺസെപ്റ്റൊക്കെ ക്ലിയർ ആവാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതായത് ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ടാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നതെങ്കിൽ കോൺസെപ്റ്റ് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഡൗട്ടൊക്കെയോ? ഇപ്പോൾ ഒരു ഡൗട്ട് വന്നു, ഒരു ദിവസം ആബ്സെൻ്റ് ആയി, അപ്പോൾ വീണ്ടും ടീച്ചറോട് പോയിട്ട് സ്കൂളിൽ പോയിട്ട് ഡൗട്ട് ചോദിക്കാറുണ്ടോ? സ്കൂളിലും ചോദിക്കും, പക്ഷേ ഇവിടത്തെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഇവിടെ എല്ലാ സൺഡേസിലും എക്സാം ഉണ്ട് എന്ന് പറഞ്ഞു. എന്താണ് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ലെവൽ എന്ന് ഫീൽ ചെയ്യാറുണ്ടോ അതോ കുറച്ചുകൂടെ ഈസി ആണ്? എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇവിടുത്തെ എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ സ്കൂളിലത്തെ എക്സാംസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടാനുണ്ട്. എന്താണിപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷം എന്തൊക്കെയായിരുന്നു ചേഞ്ചസ് ഉണ്ടായിരുന്നത്? എനിക്ക് പഠിത്തത്തിൽ ഇച്ചുകൂടിയും അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്താൻ പറ്റി. അതുപോലെ തന്നെ ക്ലിയർ ആകാത്ത കോൺസെപ്റ്റുകളൊക്കെ ഇവിടെ വന്ന് ക്ലിയർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ പഠിപ്പിക്കുന്നതിനേക്കാളും ഇച്ചുകൂടിയും ഡീപ്പായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
ബെർലിനിലെ ട്യൂഷൻ ക്ലാസ് വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം സ്കൂളിലാകുമ്പോൾ അവർക്ക് നേരത്തെ പോർഷൻ തീർക്കണം, പിന്നെ റിവിഷൻ ഉണ്ട്, അതുപോലെ ലാബ്, അതുപോലെ മറ്റ് അല്ലാത്ത പരിപാടികളൊക്കെ കാരണം നന്നായിട്ട് എടുക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇവിടുത്തെ ട്യൂഷൻ ക്ലാസ് ആകുമ്പോൾ നമുക്ക് ക്ലാസ് നന്നായിട്ട് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട്. അതുപോലെ എല്ലാ വീക്കിലും എക്സാംസ് ഉള്ള കാരണം. എന്താണ് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻ എപ്പോഴും ഹെൽപ്ഫുൾ ആണോ? ഡൗട്ട് ക്ലിയറൻസ് എപ്പോഴും ഹെൽപ്ഫുള്ളാണ്. എന്ത് ഡൗട്ട് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. അത് നല്ലൊരു ഇത്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.